കമലേഷ്, എന്താണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയുന്ന വിവരങ്ങൾ, ലഭ്യമാകുന്ന വിവരങ്ങൾ? കാരണം നിരവധി ഫ്ലൈറ്റുകൾ, വിമാനങ്ങൾ ഇന്നലെ തന്നെ റദ്ദാക്കിയതാണ്. ആളുകൾക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും തരത്തിൽ, നേരത്തെ അമല് പറഞ്ഞു കേട്ടു, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പല വിമാനങ്ങളും റീഷെഡ്യൂൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് യാത്രികർക്ക്. അത്തരത്തിലുള്ള എന്തെങ്കിലും നീക്കങ്ങൾ തിരുവനന്തപുരത്ത് ഉണ്ടാകുന്നുണ്ടോ? എന്താണ് അവസ്ഥ? തിരുവനന്തപുരത്തും സമാനമായ സാഹചര്യമാണ്. നിരവധിയായിട്ടുള്ള ഫ്ലൈറ്റുകളാണ് ഇവിടെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരേണ്ടതും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടേണ്ടതുമായിട്ടുള്ള ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്യുന്ന ഒരു സാഹചര്യമാണ്, റദ്ദ് ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും ഇറാനിലെ ഈ ഒരു സവിശേഷമായ സാഹചര്യത്തിൽ വിമാന കമ്പനികളെല്ലാം ഈ വളരെ നിർണായകമായ ചില തീരുമാനങ്ങൾ തന്നെയാണ് ഇത് സംബന്ധിച്ച് എടുത്തിട്ടുള്ളത്. എയർ ഇന്ത്യയുടെ മുഴുവൻ വിമാനങ്ങളും ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള മുഴുവൻ വിമാനങ്ങളും റദ്ദ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയിപ്പ്. ഏതായാലും ഇന്നലെ തന്നെ ഇത് സംബന്ധിച്ച അറിയിപ്പുകൾ വിമാന യാത്രക്കാർക്കെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ വിമാനത്താവളത്തിലും കാര്യമായി ആളുകൾ എത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ നോർക്ക ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നേരത്തെ നൽകിയിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് ഇത്തരത്തിൽ വിമാനയാത്രയ്ക്കായി പോകുന്ന ആളുകൾ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ വിമാന കമ്പനിയുമായി സംസാരിക്കണം, ആശയവിനിമയം നടത്തണം. അത് അക്കാര്യങ്ങൾ ഉറപ്പുവരുത്തിയതിനു ശേഷമേ വിമാനത്താവളത്തിൽ എത്തേണ്ടതുള്ളൂ എന്ന കാര്യം കൂടി നിർദ്ദേശമായി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് സാഹചര്യം. ഏതായാലും നിലവിലിപ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തേണ്ട 17 വിമാനങ്ങൾ റദ്ദ് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെടേണ്ട 17 വിമാനങ്ങളും റദ്ദ് ചെയ്തതാണ് നിലവിലെ സാഹചര്യം. ഇതിൽ പലർക്കും സർവീസുകൾ റീഷെഡ്യൂൾ ചെയ്ത് നൽകിയിട്ടുണ്ട്. പലർക്കും റീഫണ്ട് അനുവദിക്കാമെന്നാണ് വിമാന കമ്പനികൾ അറിയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഏതായാലും ഈ ക്യാൻസൽ ചെയ്ത വിമാനങ്ങളുടെ റീഫണ്ട് ലഭിക്കും എന്നുള്ളതാണ് ഒരു കാര്യം. മറ്റ് സർവീസ് റീഷെഡ്യൂൾ ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ആ നിലയിലും യാത്രക്കാർക്ക് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ വിവിധ ഇടങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്നു, അതായത് ദോഹ, ദുബായ്, ദമാം, ഖത്തർ, കുവൈറ്റ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തേണ്ട വിമാനങ്ങളാണ് റദ്ദ് ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എയർ ഇന്ത്യ മുഴുവൻ സർവീസുകളും റദ്ദ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എയർ അറേബ്യ ചില സർവീസുകൾ റദ്ദ് ചെയ്യുന്നു. എത്തിഹാദ് എയർവേസ്, അതുപോലെ തന്നെ ഖത്തർ എയർവേസ്, കുവൈറ്റ് എയർവേസ്, എമിറേറ്റ്സ്, ഇൻഡിഗോ ഉൾപ്പെടെയുള്ള വിമാന കമ്പനികളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ഏതായാലും 17 സർവീസുകൾ നിലവിൽ ഇപ്പോൾ ഇന്ന് നടത്തേണ്ടിയിരുന്ന 17 സർവീസുകൾ റദ്ദ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് പുറപ്പെടേണ്ട 17 സർവീസുകൾ, അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേരേണ്ട 17 ഫ്ലൈറ്റുകളും റദ്ദ് ചെയ്തതായാണ് വിവരം ലഭിക്കുന്നത്. ശരി, തിരുവനന്തപുരത്ത് നിന്ന് കമലേഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.